തലസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. നിർണായകമായ കൂടിക്കാഴ്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. AK സെന്ററിൽ ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. 1 മണിക്ക് CPS സെക്രട്ടേറിയറ്റ് ചേരും മുൻപ് എന്താണ് ആലോചനകൾ നടക്കുന്നത്? പുറത്ത് റഹീസ് റഷീദുണ്ട്. റഹീസ്, ഇപ്പോൾ AK സെന്ററിലേക്ക് വേറെ ആരും കയറിയിട്ടില്ലല്ലോ അല്ലേ? മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണല്ലോ പുരോഗമിക്കുന്നത്. അതിനുശേഷം 1 മണിക്ക് CPS സെക്രട്ടേറിയറ്റ് ചേരാൻ ആവുകയാണ്. അതിനു മുമ്പ് ഒരു തീരുമാനത്തിലേക്ക്, എങ്ങനെ ഇത് അവതരിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന ചർച്ചയാണോ നടക്കുന്നത്? സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഈ രണ്ട് പാർട്ടികൾക്കും ഒരു പ്രശ്നമില്ലാത്ത തരത്തിൽ ഇതെങ്ങനെ മാധ്യമങ്ങളോട് അവതരിപ്പിക്കണം എന്നത് സംബന്ധിച്ച ചർച്ചകളാണ് നടക്കുന്നത്. CPI മുന്നോട്ട് വെച്ച മുഖ്യമന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള തീരുമാനം മാധ്യമങ്ങളോട് പറയണം എന്ന് പറഞ്ഞതുകൂടി CPM അംഗീകരിച്ചതായാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണാനുള്ള എല്ലാ സാധ്യതയുമാണ് CPIM-ൻ്റെ നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മാത്രം അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്നും പങ്കെടുക്കുന്നുണ്ട്. CPIയുടെ ഭാഗത്തു നിന്ന് ബിനോയ് വിശ്വത്തിനെ കൂടാതെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ സത്യൻ മുഖേരിയും ഒപ്പം PP സുനീറും റവന്യൂ മന്ത്രി, മന്ത്രിസഭയിൽ CPI നയിക്കുന്ന റവന്യൂ മന്ത്രി K രാജനും പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി, ഒപ്പം MV ഗോവിന്ദൻ, TP രാമകൃഷ്ണനും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. MV ഗോവിന്ദൻ, ഇത്രയും ആളുകളാണ് CPIM-നെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. രാവിലെ തന്നെ CPIM നേതാക്കൾക്കിടയിൽ ഉണ്ടായ ഒരു ധാരണയാണ്, CPI-യുമായി ഫോണിൽ ചർച്ച നടത്തിയ ഒരു ധാരണയായാൽ നേരിട്ട് കണ്ടിരുന്ന കാര്യങ്ങൾ അവസാനിപ്പിച്ചാൽ മതി. വീണ്ടും മുഖ്യമന്ത്രിയും MA ബേബിയും ഒക്കെ ബിനോയ് വിശ്വവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അത് ധാരണയാകാതെ പോവുകയും ചെയ്താൽ അത് CPIM-ന് ഒരു നാണക്കേടാണ്. അതുകൊണ്ട് ഫോണിൽ ഉപയോഗിച്ച് ചർച്ച ചെയ്ത് ധാരണയിലാക്കുക, പിന്നീട് നേരിട്ടിരിക്കുക എന്നത് രാവിലെ CPIM നേതൃത്വം എടുത്ത തീരുമാനമാണ്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ട് കാര്യങ്ങൾ, കേന്ദ്രത്തിന് കത്തയക്കുന്ന വിവരങ്ങളുമായി റോഷിബാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ശേഷം AK സെന്ററിൽ ഇറങ്ങുന്നു. ഇപ്പോൾ ബിനോയ് വിശ്വം ഇറങ്ങിയേക്കാം. 1 മണിക്കാണ് CPS സെക്രട്ടേറിയറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങുന്നു. 20 മിനിറ്റ് കൂടിക്കാഴ്ച. 20 മിനിറ്റ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിൽ നിന്ന് പുറത്തേക്ക് പോയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള CPI പ്രതിനിധികളും ഒപ്പം CPM പ്രതിനിധികളും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ ഇനി എന്തായിരിക്കും? ആ അനുനയ നീക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് AKG സെന്ററിലേക്ക് CPI നേതാക്കൾ കൂടി എത്തിച്ചേർന്നത്. 20 മിനിറ്റ് ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ആ കൂടിക്കാഴ്ച ശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ സെക്രട്ടേറിയറ്റിന്റെ ഓഫീസിലേക്ക് പോകുന്നത്. അല്പസമയത്തിനകം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സത്യൻ മുഖേരി അടക്കമുള്ള CPI പ്രതിനിധികൾ കൂടി AKG സെന്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. നേരത്തെ തീരുമാനിച്ചതുപോലെ PM ശ്രീ പദ്ധതി തൽക്കാലത്തേക്ക് അത് മരവിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേന്ദ്ര സർക്കാരിന് എന്ത് സാഹചര്യത്തിലാണ് പിന്മാറുന്നത് എന്നത് രേഖാമൂലം തന്നെ അറിയിക്കും. ഈ കാര്യം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കാനാണ് സാധ്യത. ഏതായാലും എന്തൊക്കെയാണ് ഈ ചർച്ചകളിൽ തീരുമാനമായി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ബിനോയ് വിശ്വം നേരത്തെ ഇങ്ങോട്ടേക്ക് AKG സെന്ററിലേക്ക് എത്തുമ്പോൾ അവരാരും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എല്ലാവരും വളരെ പെട്ടെന്ന് എത്തുകയായിരുന്നു. പിന്നീട് KN ബാലഗോപാൽ അടക്കമുള്ള, ദിനേശൻ പുത്തലത്ത് അടക്കമുള്ള നേതാക്കൾ കൂടി എത്തിയിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. ഒന്ന്, LDF-ലുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അയവ് വരുത്താൻ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അനുനയ നീക്കത്തിന് സാധിച്ചു എന്നതാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം. CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായത്. PM ശ്രീ പദ്ധതി തിരക്കിട്ട് നടപ്പിലാക്കാനുള്ള നീക്കം, ചർച്ചകളില്ലാതെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ CPI ഉയർത്തുകയും മന്ത്രിസഭയെ പോലും ഇരുട്ടിൽ നിർത്തിയെന്ന ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ LDF-നകത്ത് ഉരുണ്ടുകൂടിയ ആ തർക്കം, ഭിന്നതയ്ക്കൊക്കെ പരിഹാരമാകുന്നു. പക്ഷേ അത് CPI നേതൃത്വം CPIക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ വിട്ടുവീഴ്ചയില്ലാതെ, പദ്ധതി ഉപേക്ഷിക്കാതെ ഒരു ചർച്ചയുമില്ല എന്ന കടുത്ത നിലപാടിലേക്ക് CPI എത്തിയതോടെയാണ് മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനായി CPM നേതൃത്വം തയ്യാറാകുന്നത്. ഏതായാലും PM ശ്രീ പദ്ധതി എന്ത് ഉദ്ദേശിച്ചാണോ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ആ കാര്യം CPI നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ CPM-നോ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ സാധിച്ചില്ല എന്നതാണ് ഇങ്ങനെ ഒരു അവസാന ഘട്ടത്തിൽ CPIക്ക് മുന്നിൽ വഴങ്ങാൻ കാരണമായത്. ഏതായാലും ചർച്ചകൾക്ക് ശേഷം എന്തായിരിക്കും CPI നേതൃത്വം പറയുന്നത് എന്ന് അറിയാനായി നമുക്ക് കാത്തിരിക്കാം. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്നൊരു പക്ഷേ വൈകിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് ഈ സാഹചര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്മൃതി.